റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നോക്കൂ, രാവിലെ ഇപ്പോൾ ഉണരുമ്പോൾ തന്നെ കേൾക്കുന്നത് വളരെയധികം ദുഃഖകരമായ വാർത്തയാണ്. രണ്ട് വ്യത്യസ്തമായ വാഹനാപകടങ്ങൾ തമിഴ്നാട്ടിലും ഇവിടെ തിരുവനന്തപുരത്തുമായാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഈ മരിച്ച 5 പേരും തിരുവനന്തപുരം സ്വദേശികളാണ് എന്നുള്ളതും ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ഇതിൽ ഈ പട്ടത്തുനിന്ന് നടന്നിരിക്കുന്ന ഒരു അപകടം അത് പുലർച്ചെ 3 മണിയോടെയാണ് ഉണ്ടായിരിക്കുന്നത്. അമിത വേഗതയാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്തൊക്കെ ഇത്തരത്തിൽ ഒരുപക്ഷെ റോഡൊക്കെ വിജനമായി കിടന്ന ഒരു സാഹചര്യത്തിലാകാം ഇത്തരത്തിൽ അമിത വേഗതയിൽ പോയത്. എന്നാൽ പോലും അത് ഒരു വലിയ അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്നെ വിളിച്ചതിലും എൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ അനുവാദം തന്നതിൽ എനിക്ക് സീ ന്യൂസിനോട് വലിയ കടമയുണ്ട്. കാര്യം താങ്കളുടെ ചാനലാണ് ഏറ്റവും കൂടുതൽ റോഡ് സേഫ്റ്റിയെ പറ്റി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം ഞാൻ പറയാം. നമ്മൾ പല പ്രാവശ്യം സീ ന്യൂസ് തന്നെ പറഞ്ഞതാണ്. അതായത് വി ഹവേഴ്സ് രാത്രി 12 മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്ത് ഡ്രൈവർമാർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ തമിഴ്നാട്ടിലെ റോഡുകൾ വിജനമാണ്, നല്ല റോഡുകളാണ്, വിജനമാണ്. അപ്പോ എനിക്ക് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവരോടും ഡ്രൈവർമാരോടും അപേക്ഷിക്കാനുള്ളത്, എൻ്റെ ഒരു അപേക്ഷയാണ്. കാര്യം ഞാനൊരു റാലി ഡ്രൈവറായിരുന്നു, എനിക്ക് ഉറക്കം വന്ന അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉറക്കം പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴില്ല. അതേസമയം ഉറക്കം ഫീൽ ചെയ്യുമ്പോൾ വണ്ടി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകുമ്പോൾ പിന്നെ അതൊരു ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് ഓടരുത്. അപ്പൊ തന്നെ വണ്ടി സൈഡാക്കണം, അവിടെ നിർത്തണം. നിർത്തി ഒരു നാപ്പ് എടുത്തിട്ട് മാത്രം മുഖമൊക്കെ കഴുകി വേണം മുന്നോട്ട് പോകാൻ. അതുകൂടാതെ നമ്മൾ ഹയർ ചെയ്യുന്ന വാഹനങ്ങളാണ് ടെമ്പോ ട്രാവലർ ആയാലും ടൂറിസ്റ്റ് ബസ് ആയാലും നമ്മൾ വാടകയ്ക്ക് എടുത്ത് പോകുന്നതിന് മുമ്പേ ഈ ഡ്രൈവർ വിശ്രമിച്ചിട്ടാണോ വരുന്നതെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്നും എന്തെങ്കിലുമുള്ള നർക്കോട്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം സുരക്ഷ നമ്മുടേതാണ്, അതിനകത്തൊരു നാണക്കേട് വിചാരിക്കരുത്. കൂടാതെ ഈ ഡ്രൈവറോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഒരു പുരുഷൻ മുന്നിൽ വന്ന് ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ ഉറക്കം വരികയാണെങ്കിൽ സൈഡിലാക്കാൻ നിങ്ങൾ അദ്ദേഹത്തോട് ഉപദേശിക്കുകയും നിർബന്ധിക്കുകയും വേണം. കാര്യം ഈ യാത്രക്കാരുടെ മുഴുവൻ ജീവൻ ഈ ഡ്രൈവറുടെ കയ്യിലാണ്. ഡ്രൈവർ പലപ്പോഴും അമിത ജോലിഭാരം കൊണ്ട്, അല്ലെങ്കിൽ പ്രമേഹം കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മയങ്ങാനുള്ള മരുന്ന് കഴിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ടി എവിടെങ്കിലും അപകടത്തിൽപ്പെടും. അതൊരു കാര്യമാണ്. ദയവ് ചെയ്ത് വണ്ടി വിളിക്കുന്നവരും യാത്രക്കാരും ഡ്രൈവർമാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം തമിഴ്നാട്ടിലെ 2-3 വിഷയങ്ങൾ വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികള് കേരളത്തിലേക്കാൾ കൂടുതൽ അപകടത്തിൽപ്പെടുന്ന തമിഴ്നാട്ടിലെ ഹൈവേകളിലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാത്രി കാലത്ത് ഇടറോഡിൽ നിന്നും മറ്റും യാതൊരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ ഹൈ സ്പീഡ് ഹൈവേയിലേക്ക് ചെറു വാഹനങ്ങൾ ഇടിച്ചു കയറും. അവരാരെയും മൈൻഡ് ചെയ്യില്ല. കാര്യം ഞാൻ തമിഴ്നാട് പോലീസിനെ റൂട്ട് പെട്രോളിംഗ്, ഹൈവേ പെട്രോൾ പഠിപ്പിച്ച ഒരാളാണ്. അതുകൊണ്ട് അവിടുത്തെ അപകടങ്ങളുടെ നിരക്ക് എനിക്കറിയാം. ദയവ് ചെയ്ത് കണ്ണടച്ചോണ്ട് ഹൈവേ കൂടെ പോകരുത്. കഴിവതും 4 വരി പാതയുടെ ഇടതുവശത്തെ ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ ഓടേണ്ടത്. ഫാസ്റ്റ് ട്രാക്കിലൂടെ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടില് രാത്രികാലത്ത് അത്ര ഉറക്കമുള്ള ആൾക്കാരൊന്നുമല്ല. അവര് ചിലപ്പോൾ പശുവിനെ കെട്ടാനും പോത്തിനെ ഇറക്കാനും ഒക്കെ ആയിട്ട് ഈ റോഡിന്റെ നടുവിലുള്ള പുൽമേടുകളിൽ നിന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വണ്ടി നിയന്ത്രണം വിട്ടുപോയി വേറെ വണ്ടിയിൽ പോയി ഇടിക്കും. അപ്പൊ ഇടതുവശം ചേർന്ന് 80 കിലോമീറ്ററാണ് തമിഴ്നാട്ടിൽ വാഹനങ്ങൾ ഓടേണ്ടത്. അതാണ് തമിഴ്നാട്ടിലെ പ്രതിരോധ മാർഗങ്ങൾ. നിങ്ങൾ ഒരു കാരണവശാലും ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കരുത്. അരമണിക്കൂർ വൈകിയാലും എവിടെങ്കിലും ഒതുക്കി നിർത്തി, അതും ലൈറ്റുള്ള സ്ഥലത്ത് ഏതെങ്കിലും പെട്രോൾ പമ്പിനോട് ചേർത്ത് നിർത്തി ഒരു നാപ്പ് എടുത്തിട്ട് വേണം ആ ഡ്രൈവറെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാൻ. ഡ്രൈവറ് ഉറങ്ങാതിരിക്കാൻ വാഹനത്തിലുള്ള ആരെങ്കിലും അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്ലാസ്ക് കരുതുക, അതിനകത്ത് അല്പം കട്ടൻ കാപ്പി കരുതുക, ആ ഡ്രൈവർക്ക് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് പൊടിക്കൈ കൊണ്ട് അപകടം കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ തിരുവനന്തപുരം സിറ്റി പട്ടത്തുണ്ടായ അപകടം വെളുപ്പിന് 3 മണിക്കാണെന്നാണ് ഞാൻ കേട്ടത്. നമ്മുടെ 3 മണി സമയം എന്ന് പറഞ്ഞാൽ തെക്കും വടക്കും ഒന്നും നോക്കില്ല, ഹൈ സ്പീഡിൽ പോകാം. കാര്യം പട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ പലയിടത്തും രാത്രി 12 മണി കഴിഞ്ഞാൽ അമിതമായ വേഗത്തിൽ ഓടുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. കാര്യം പോലീസിന്റെ ഡ്യൂട്ടി രാത്രി 8 മണി 9 മണിയോട് തീരും. പിന്നെ റോഡിൽ പോലീസിന്റെ പ്രസൻസ് കാണില്ല. കൂടാതെ ഈ റെക്ലെസ് ആയിട്ട് ഓടിക്കുന്നവരുടെ ഒരു പറുദീസയാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം, ശാസ്തമംഗലം റോഡ്, കവടിയാർ റോഡ്, നമുക്കറിയാമല്ലോ, പട്ടം. ഇവിടെയൊക്കെ നാം സൂക്ഷിക്കണം. ഇതൊരു റേസിംഗ് ട്രാക്ക് അല്ല, ഇതൊരു ദേശീയപാതയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹൈവേയോ അല്ലെങ്കിൽ സിറ്റിയിലെ റോഡാണ്.
ഈ തിരുവനന്തപുരം സിറ്റിയിലെ മുഴുവൻ വേഗത നിയന്ത്രിച്ചേക്കുന്നത് 60 കിലോമീറ്ററിലാണെന്ന് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. കാര്യം ഇത് സിറ്റി ലിമിറ്റാണ്. അതിപ്പോ കഴിഞ്ഞ് നമ്മുടെ സിറ്റി ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാർ ഓടിക്കുന്നവർക്ക് 100 കിലോമീറ്റർ വരെ പോകാം. കഴക്കൂട്ടം കഴിഞ്ഞുള്ള ഹൈവേകളിലൊക്കെ പോകാം. പക്ഷെ അതിന് മുമ്പുള്ള സിറ്റി ലിമിറ്റിലെ സ്പീഡ് ഒന്ന് ഓർത്തിരിക്കുക, 60 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ പോയാൽ നിങ്ങൾ അപകടത്തിൽപ്പെടും. ദയവ് ചെയ്ത് അപകടം ഉണ്ടാക്കരുത്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അപകടങ്ങൾ മാറി. ഇന്ത്യ എല്ലാ രാജ്യങ്ങളെക്കാളും മുൻപിൽ നിൽക്കുന്നത് റോഡ് അപകട മരണങ്ങളിലാണ്. ഓരോ 3 മിനിറ്റിലും ഒരാൾ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധസമാനമായ ഒരു കാര്യമാണ് റോഡിൽ നടക്കുന്നത്. ദയവ് ചെയ്ത് റോഡ് അപകടങ്ങൾക്ക് ഇരയാകാതിരിക്കുക. എന്റെ ഉപദേശം ചെറുതായിട്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ പട്ടത്ത് നടന്നിരിക്കുന്ന ഒരു വാഹനാപകടം, അത് കാറും ഈ ഓട്ടോയും കൂട്ടിയിടിച്ചാണ് ഉണ്ടായത്. ഈ ഒരു എപ്പോഴും നടക്കുന്ന ഒരു സംഭവമല്ല, ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ തീപിടുത്തം ഉണ്ടാവുന്നത്. എന്നാൽ പോലും എന്തുകൊണ്ടായിരിക്കാം ഈ ഓട്ടോ ഇത്തരത്തിൽ നിന്ന് തീപിടിച്ചിട്ടുണ്ടാവുക? അതായത് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ വാഹനങ്ങൾ തീപിടിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വാഹന നിർമ്മാതാക്കൾ വാഹനത്തിന്റെ വില കുറയ്ക്കാൻ വേണ്ടി പലപ്പോഴും ഗേജ് കുറഞ്ഞ വയറുകൾ ഇട്ടിട്ടാണ് വാഹനം നിർമ്മിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ വാഹനത്തിന്റെ വയറിംഗ് ഹാർനസ് അതിന്റെ പുറമെ ഒരു സ്ലീവ് ഇടണം. അതിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇലക്ട്രീഷ്യൻസ് കേൾക്കുന്നുണ്ട്, അവർക്കറിയാം. ആ സ്ലീവ് ഇല്ലാതെ നേക്കഡായിട്ടുള്ള വയറാവുമ്പോൾ കുറെ ഒന്നാമത് ചൂട്, റോഡിലെ ചൂട്, വാഹനത്തിന്റെ ചൂടൊക്കെ തട്ടുമ്പോഴേക്കും 3-4 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ വയറിന്റെ ഇൻസുലേഷൻ ഒക്കെ വിട്ടുപോകും. അപ്പൊ സ്പാർക്ക് ഉണ്ടായി തീ പിടിക്കും. പിന്നെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുമ്പോഴും തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം, പ്രത്യേകിച്ച് ബാറ്ററി ഒന്നും പ്രോപ്പറായിട്ട് ബ്രാക്കറ്റ് ഇട്ട് പിടിപ്പിക്കാറില്ല. ജസ്റ്റ് ബോണറ്റിനകത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുകയുള്ളൂ. എന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ മുറുക്കി വെക്കും. അങ്ങനെ ചെയ്യരുത്. വാഹനത്തിന്റെ ഉള്ളില് ബാറ്ററിക്കൊരു സ്പേസ് ഉണ്ട്, അതിന്റെ പുറത്തൊരു ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിനെ ബലമായിട്ട് ഉറപ്പിച്ച് പിടിപ്പിക്കുകയും ടെർമിനൽ അതിൻ്റെതായ ബോൾട്ടും നട്ടും ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുകയും ആ ടെർമിനലിന്റെ മുകളില് റബ്ബറിന്റെ ഒരു കഷ്ണം, അതായത് ഒരു കവറുണ്ട്, റെഡ് കളറിലെ പോസിറ്റീവിനും മറ്റേതിന് കവർ വേണമെന്നില്ല. അപ്പൊ ഇതൊക്കെ പ്രോപ്പറായിട്ട് നോക്കിക്കൊണ്ട് വേണം ഈ വാഹനങ്ങൾ നാം വാങ്ങാനും വാഹനങ്ങൾ ഉപയോഗിക്കാനും. സർവീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നാം തന്നെ വാഹനങ്ങളെ പറ്റി ഒന്ന് പഠിക്കണം. പിന്നെ കാലപ്പഴക്കം, 10 കൊല്ലത്തിൽ കൂടുതൽ വരുന്ന വാഹനങ്ങളുടെ മിക്കതിന്റെയും KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തീ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ വയറിങ്ങിൽ നിർമ്മാതാക്കൾ ഉണ്ടാക്കുന്ന ലാഭം. ആ ലാഭം ചെറിയ ലാഭമല്ല, പക്ഷെ ആളെ കൊല്ലി ലാഭമാണ്. വാഹനങ്ങൾക്ക് നമുക്ക് ഇന്ത്യയിൽ ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല. ഇത്ര ഗേജുള്ള വയർ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിന് സ്ലീവ് വേണമെന്നോ ഒന്നും നിഷ്കർഷിക്കുന്നില്ല. ദയവ് ചെയ്ത് KSRTC ഒക്കെ ഉള്ള വാഹനങ്ങൾ ഫ്ലീറ്റ് ഓണേഴ്സ് നിർമ്മാതാക്കളോട് പറഞ്ഞിട്ട് വാഹനത്തിന്റെ എൻ്റയർ വയറിംഗ് ഹാർനസ് സ്ലീവിന്റെ അകത്തൂടി പോകത്തക്ക രീതിയിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ തീപിടുത്തം ഒഴിവാക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.